ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു സാരി വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് സാരിയുടെ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്തായാലും സെറ്റ് സാരിയുടെ വീഡിയോ ചെയ്യാമെന്ന്, കാരണം എന്തായാലും ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സെറ്റ് സാരിയാണ്, പക്ഷേ അതിന് ഗോൾഡൻ കരയല്ലാന്നേ ഉള്ളൂ, സിൽവർ കരയുള്ള ഒരു സെറ്റ് സാരി ആട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സെറ്റ് സാരി ഉടുക്കുമ്പോൾ ഏറ്റവും എനിക്ക് തോന്നുന്നു മുന്നേ കൂട്ടി, ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന ഒരു കോട്ടൺ സാരി ആയിരുന്നു. പക്ഷേ സെറ്റ് സാരിയൊക്കെ എപ്പോഴും ഉടുക്കുമ്പോൾ പ്രീ പ്ലീറ്റ് ചെയ്ത് ഒന്ന് അയൺ ചെയ്തൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ റഫായിട്ടാണ് കാണിക്കുന്നത്. പെട്ടെന്നൊക്കെ ഇപ്പോൾ നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്തില്ല പെട്ടെന്നൊക്കെ കൊടുക്കണമെങ്കിൽ അതെങ്ങനെയാണെന്ന് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. മുന്താണിയൊക്കെ പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ മുന്താണി. അത് പുറകോട്ട് നമ്മൾ ഇടുന്ന വശം വരുന്ന കാരണം കണ്ടോ, വേറൊരു കസവും കൂടെ അതിലുണ്ട്. ആൻഡ് ഇപ്പുറത്തെ സൈഡായിരിക്കും ഉള്ളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അപ്പം നേരെ നമ്മൾ ഉടുത്തു തുടങ്ങും. അപ്പോൾ ഞാൻ ഇന്നൊരു പാൻറ്റിൻ്റെ മേളിലായിട്ട് കൊടുക്കുന്നത്. ഞാൻ അടിപ്പാവടയല്ല ഇട്ടത്, ഒരു പാൻറ്റാണ് ഇട്ടത്. സാധാരണ ഇപ്പോൾ കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അടിപ്പാവടയ്ക്ക് പകരം ഈ പറഞ്ഞ ഷേപ്പ് വെയർ ഇടുന്നവരുണ്ട്, പാൻസ് ഇടുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ കൺവീനിയൻസിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിന്നൊരു ബ്ലാക്ക് പാൻറ്റിൻ്റെ മുകളിൽ കൂടി ആട്ടോ എടുക്കുന്നത്. അപ്പം ആദ്യം കറക്റ്റ് നടുക്കുന്ന തുടങ്ങുക, കുത്തി തുടങ്ങി ഒരു ചുറ്റുക. എന്നിട്ട് നമുക്ക് ഏതാണോ നമ്മുടെ മുന്താണി വേണ്ടത്, നമ്മൾ പുറകോട്ടിടുന്ന വശമുണ്ടല്ലോ, അതാണ് മുന്താണി. അപ്പോൾ അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുക കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്ന കറക്റ്റ് ഈ കസവിൻ്റെ വലിപ്പം, കസവിൻ്റെ എത്ര വീതിയുണ്ടോ ആ വലിപ്പം തന്നെയാണ് ഞാൻ ബാക്കി ഉള്ളിലോട്ടും കൂടി എടുക്കുന്നത്. അപ്പം എനിക്ക് കുറച്ചും കൂടെ അത് എന്താ പറയുക, ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ചെയ്ത് കൃത്യമായിട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ പകുതി പടിയും കഴിയും. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ആദ്യം എത്ര എണ്ണം വേണം എന്നുള്ളൊരു പ്ലീറ്റ് ആ ഒരു വീതിക്ക് അനുസരിച്ച്, കസവിൻ്റെ വീതിക്ക് അനുസരിച്ച് ഞാൻ കൈ തന്നെ എടുത്തു. എന്നിട്ടതൊന്ന് പിന്നു കുത്തി സെക്യൂർ ചെയ്തിട്ട് പിന്നീട് ഞാൻ ആ കൈ പിടിച്ചിട്ടാണ് താഴോട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഓരോരോ പ്ലീറ്റ് എടുത്തെടുത്ത് വെക്കുകയാണ്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് പിടിക്കും, കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. പക്ഷേ അതൊന്ന് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊന്ന് ശീലമാവുമല്ലോ. അപ്പം അതൊന്ന് ഞാൻ പുറകോട്ട് ഇട്ടു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാനത് ഫിക്സ് ചെയ്തേ ഉള്ളൂ. ബാക്കി ഞാനിനി താഴത്തെ മുൻവശം കൂടെ ഒന്ന് പ്ലീറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഫിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഏകദേശം എനിക്കൊരു നീളം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറകോട്ടിട്ടതൊന്ന് വെച്ചു അവിടെ. അത് ഇനി മുൻവശത്തെ മുന്താണിയുടെ എടുക്കാം. നമുക്ക് മുൻവശത്ത് ഇതുപോലെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്നു. പ്ലീറ്റ് എടുത്തിട്ട് ആദ്യം തന്നെ ഈ താഴത്തെ പ്ലീറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ആരുടെങ്കിലും ഹെൽപ്പ് വാങ്ങിക്കാം. ഇനി അഥവാ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. കുറച്ചൊന്ന് പൊക്കി വെച്ചിട്ട് പ്ലീറ്റ് എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഓടിച്ചു കൊടുത്താൽ മതി. കാരണം സാരി ഇതായതുകൊണ്ട്, സെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഇരുന്നോളും, ഓടിപ്പോകൊന്നുമില്ല. നമ്മൾ എവിടെയാണോ വെക്കുന്ന ആ കറക്റ്റ് ഇതിൽ അയൺ ചെയ്ത പോലെ ഇരുന്നോളും. പക്ഷെ നമ്മളൊന്ന് നല്ലപോലെ പിടിച്ച് കൊടുക്കണം. ഓരോരോ ഞൊറിവായിട്ട് പിടിച്ച് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. പിന്നെ എക്സ്ട്രാ വന്ന പോർഷൻ ഞാൻ ഉള്ളിക്കൂടെ എടുത്ത് റൈറ്റ് സൈഡിൽ കുത്തുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. പ്ലീറ്റ്സ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് ഞാൻ റൈറ്റ് സൈഡിലോട്ട് ഒന്ന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു സാരി വീഡിയോയിൽ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് സൈഡിൽ കൂടെ എടുത്ത് ഇവിടെ ഒരു പിന്ന് കുത്തി വെക്കും ഞാൻ റൈറ്റ് സൈഡിൽ. എന്നിട്ടാണ് ഞാൻ ഉള്ളിലോട്ട് മുൻഭാഗത്തെ പ്ലീറ്റ്സ് എടുത്ത് വെക്കുന്നത്. അതാ ബാക്കിയുള്ളത് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ. അപ്പം എന്താ ലെഫ്റ്റ് സൈഡിലത്തെ ആ ഒരു ഞൊറിവ് നല്ല വൃത്തിയായിട്ട് വരും, ഒന്ന് വലിഞ്ഞിരുന്നോളും, നമ്മുടെ ആ ഒരു ഷേപ്പൊക്കെ നല്ലപോലെ അറിയും. ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇവിടെ ഒരു പിന്ന് കുത്തി വെക്കും റൈറ്റ് സൈഡിൽ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി ഒന്നുകൂടെ ഞാൻ മുന്താണി കണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് അയൺ ചെയ്ത പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ആൻഡ് ഞാൻ എന്താ ബ്ലൗസ് ഇട്ടിട്ട് ബ്ലൗസിൻ്റെ ഒന്നുകൂടി ഞാൻ സെക്യൂർ ചെയ്യുക കേട്ടോ. കാരണം ഞാൻ ആദ്യം പിന്ന് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് സെക്യൂർ ചെയ്ത് എങ്ങനെയാണ്, എന്നിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് പ്ലീറ്റ്സ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചൊരു വീതിയിലാണ് ഇത്താണ് പ്ലീറ്റ്സ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് വരുന്ന പ്ലീറ്റ് കുറച്ച് ഇതായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, വീതിയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കഴിഞ്ഞ വീട്ടിൽ കുറച്ചൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സൈഡ് എങ്ങനെ വെച്ച് കവർ ചെയ്യണമെന്നൊക്കെ. കവർ ചെയ്യേണ്ടവർക്ക് ഇതുപോലെ എക്സ്ട്രാ വരുന്ന പോർഷൻ എടുത്ത് ബ്ലൗസിൻ്റെ കൂടെ കുത്തി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, വയറ് കാണുന്നതിൽ കുഴപ്പമില്ല എങ്കിൽ അങ്ങനെയും കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റെഡി ആയല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.